നമ്മളിപ്പോൾ ജീവിക്കുന്നത് ഡിജിറ്റൽ കാലത്താണല്ലോ. അതുകൊണ്ട് തന്നെ പണ്ട് കാലങ്ങളിൽ നമ്മൾ ചെയ്തിരുന്ന പല പ്രവൃത്തികൾക്കും ഇപ്പോൾ ഡിജിറ്റൽ പരമായ പല മാറ്റങ്ങളും ലോകത്ത് വന്നിരിക്കുകയാണ്. ഇതിൽ പ്രധാന മാറ്റം വന്നത് പണമിടപാടുകളുടെ കാര്യത്തിലാണ്. ആദ്യകാലങ്ങളിൽ കറൻസികൾ ഉപയോഗിച്ചാണ് പണമിടപാട് നടത്തിയിരുന്നത് എങ്കിൽ ഇപ്പോൾ എല്ലാവരും ഇതിനായി ആശ്രയിക്കുന്നത് UPI ആപ്പുകളെയാണ്. ഗൂഗിൾ പേ, ഫോൺ പേ, പേടിഎം, ഭാരത് പേ തുടങ്ങിയ ആപ്പുകളാണ് ഇന്ത്യയിലെ ജനപ്രിയ UPI ആപ്പുകൾ. ഇത് നമുക്കറിയാവുന്ന കാര്യമാണ്. രാജ്യത്തെ ഗ്രാമങ്ങളിൽ വരെ ഇപ്പോൾ UPI ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയുമാണ്. പ്രധാനമായും കൊറോണയുടെ ലോക്ക്ഡൌൺ പീരീഡിന് ശേഷമാണ് ഇത്തരത്തിൽ ഡിജിറ്റൽ പേയ്മെന്റുകളുടെ എണ്ണം വർദ്ധിച്ചു വന്നത് എന്ന് വേണം പറയാൻ. എന്നാൽ ഗൂഗിൾ പേ എല്ലാവരും വരുന്നതിന് മുമ്പ് ATM മെഷീനുകളും പണമിടപാട് നടത്താനായി ഉപഭോക്താക്കളെ സഹായിച്ചിരുന്നു. ഈ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാല്ലേ. എന്നാൽ ഇന്ന് ATM മെഷീനുകളുടെ ഉപയോഗം കുറഞ്ഞുവെങ്കിലും നിരവധി ആളുകൾ ഇപ്പോഴും ഇതിന്റെ സഹായം തേടാറുണ്ട് എന്നതാണ് മറ്റൊരു കാര്യം. ഡിജിറ്റൽ ഇടപാടുകൾ സ്വീകരിക്കാത്ത സ്ഥലങ്ങളിൽ കറൻസിയായി തന്നെ പണം നൽകേണ്ടതുണ്ട്. എന്നാൽ ഇപ്പോൾ അധികം ആളുകളും പേഴ്സ് പോലും കയ്യിൽ കൊണ്ട് നടക്കാറില്ല എന്നതാണ് സത്യാവസ്ഥ. ആയതിനാൽ തന്നെ പണവും ഡെബിറ്റ് കാർഡും ആരുടെയും പക്കൽ ഉണ്ടാകാറുമില്ലതാനും. എന്നാൽ ഡെബിറ്റ് കാർഡ് ഇല്ലാതെ തന്നെ ATM-ൽ നിന്ന് പണം എടുക്കാൻ സാധിച്ചാലോ? അതെ, എങ്കിൽ സത്യമാണ്. ഇപ്പോൾ നിരവധി ATM മെഷീനുകളിൽ നിന്ന് കാർഡ് ഇല്ലാതെ തന്നെ പണം പിൻവലിക്കാൻ സാധിക്കുന്നതാണ്. ഇത് എങ്ങനെയാണെന്ന് വിശദമായി നോക്കിയാലോ? ഇതിനായി ആദ്യം ഉപഭോക്താക്കൾ ഒരു ATM മെഷീനെ സമീപിക്കേണ്ടതാണ്. മെഷീന്റെ സ്ക്രീനിൽ തന്നെ ഒരു സ്കാനർ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഉദാഹരണത്തിന് SBIയുടെ ATM മെഷീൻ ആണെങ്കിൽ ഇതിൽ QR ക്യാഷ് എന്ന പേരിലായിരിക്കും ഈ സ്കാനർ കാണാൻ സാധിക്കുന്നത്. ഈ ഓപ്ഷൻ സമീപം ഒരു QR കോഡും കാണാൻ സാധിക്കുന്നതാണ്. കാർഡില്ലാതെ പണം പിൻവലിക്കാനായി ഉപഭോക്താക്കൾക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം എത്ര പണമാണ് നിങ്ങൾക്ക് ആവശ്യമെന്ന വിവരം ചേർക്കുക. ഇതിൽ നൽകിയിരിക്കുന്ന പണത്തിന്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സ്ക്രീനിൽ ഒരു QR കോഡ് തെളിഞ്ഞു വരുന്നതായിരിക്കും. ശേഷം നിങ്ങളുടെ സ്മാർട്ട് ഫോൺ നിങ്ങളുടെ ബാങ്കിന്റെ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഈ ആപ്പിൽ QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്ത് ATM മെഷീനിൽ തെളിഞ്ഞിരിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്യുക. ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കൺഫർമേഷൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ATM സ്ക്രീനിൽ തെളിഞ്ഞു വരുന്നതായിരിക്കും. ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അല്പസമയത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് പണം കറൻസിയായി ലഭിക്കുന്നതും ആയിരിക്കും. പേഴ്സും ATM കാർഡും എല്ലാം എടുക്കാൻ മറന്നിരിക്കുന്ന സാഹചര്യത്തിൽ കറൻസിയുടെ ആവശ്യം വന്നാൽ ഏറെ ഉപകാരപ്പെടുന്ന ഒരു ATM ഓപ്ഷനാണ് ഈ QR കോഡ് ഓപ്ഷൻ. ഇപ്പോഴും പല സ്ഥലങ്ങളിലും, അതായത് ചെറിയ ചായക്കടകളിൽ നിന്നും ഡിജിറ്റൽ പേയ്മെന്റും UPI പേയ്മെന്റും ഒന്നും എത്തിയിട്ടില്ല എന്ന് വേണം പറയാൻ. ഈ ആവശ്യങ്ങൾക്കായി എപ്പോഴും കുറച്ച് പണം നിങ്ങളുടെ കയ്യിൽ കരുതേണ്ടതാണ്. അതുകൊണ്ട് തന്നെ UPI ആപ്പുകൾ ഒരുപാട് ഉപകാരപ്രദം ആണ് എങ്കിലും ഇവയെ എല്ലായിടത്തും ആശ്രയിക്കുന്നത് ബുദ്ധിപരമായ നീക്കമല്ലതാനും. അതേസമയം ഇപ്പോൾ രാജ്യത്ത് UPI ആപ്പുകളുടെ ഉപയോഗം വർദ്ധിച്ചു വരികയാണ്. സാധാരണ ചായക്കടയിൽ വരെ ഇപ്പോൾ UPI ആപ്പുകൾ എത്തിയിട്ടുണ്ട് എന്ന് പറയാം. എന്നാൽ ചിലയിടത്ത് അത് ഇല്ലതാനും. ആദ്യമെല്ലാം മെട്രോ നഗരങ്ങളിൽ മാത്രമാണ് ഇവ ജനപ്രീതി ആർജിച്ചിരുന്നത്. എങ്കിലിപ്പോൾ ഗ്രാമപ്രദേശത്തേക്ക് കൂടി വളർന്നിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. വരും കാലങ്ങളിൽ ഇവ കൂടുതൽ ജനപ്രിയമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേപോലെ ടാറ്റയും തങ്ങളുടെ ഒരു പുതിയ UPI ആപ്പ് പുറത്തിറക്കാൻ തയ്യാറെടുക്കുകയാണെന്ന വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട്.